എൻ്റെ പേര് സേവ്യാർ. ഞാൻ കൊടകരയിൽ നിന്ന് വരുന്നു. എനിക്ക് ഉത്തിരീയം ധരിച്ചിലുള്ള ഒരു അത്ഭുതമാണ് നടന്നത്. അപ്പോൾ ഞാൻ മുൻപ് ജോലിക്ക് പോകും, ഉത്തിരിയും ധരിക്കും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് പൊടിയും കരിയൊക്കെ ഉള്ള കാരണം അത് ഊരി ലോക്കറിൽ വയ്ക്കും. അത് കഴിഞ്ഞ് കുളിയൊക്കെയും കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് ധരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ മോള് രണ്ടാമത്തെ മകൾ ഇവിടെ ഒരാഴ്ചയിൽ ധ്യാനം കൂടി. അപ്പോൾ അച്ഛൻ ഉത്തിരീയം ഊരാൻ പാടില്ല, എപ്പോഴായാലും കഴുത്തിലുണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ മോളോട് ഈ കാര്യം പറഞ്ഞു. മോള് പറഞ്ഞപ്പോൾ ചെയ്യരുത്, അത് ഇടണം സ്ഥിരമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഈ കൈ ഒരു മിഷ്യൻ്റെ ഇടയിൽ, അതിൻ്റെ ഡോറിന് 43 കിലോ തൂക്കമുണ്ട്, കൺവെയറിൻ്റെ ഇടയിൽ, അതായത് 5 mm ഉള്ള അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ വിട്ട് സാധാരണ കൈവിടുന്നവരെ ഒരു 2 മാസം 2.5 3 മാസം വീട്ടിലിരിക്കലാണ് പതിവ്. കാരണം കൈ ഒടിയും ചതയും അത്ര ഒരവസ്ഥയാണ്. അപ്പം എൻ്റെ കൈ പെട്ട് ഞാൻ എടുത്തു. കൈ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കുഴി പോലെ, ഒരു തോട് പോലെയായിരുന്നു. അപ്പോൾ നല്ല ഒരു വലിയൊരു വേദനയൊന്നും തോന്നിയില്ല. ഇങ്ങനെ കൈ പിടിച്ച് 2 മിനിറ്റ് ഇരുന്നു. അപ്പോൾ തന്നെ എന്നെ ഫസ്റ്റ് എയ്ഡ് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ ഞെക്കി നോക്കിയിട്ട് പറഞ്ഞു, ഓ തനിക്കൊരു കുഴപ്പമില്ലാടാ, 2 ഗുളിക, അത് വേണമെങ്കിൽ രാത്രി വേദന ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെയല്ല ഉണ്ടാവില്ല. എൻ്റെ ഒരു ഐസ് പാഡ് വെച്ചു. ഞാൻ വന്നു, എൻ്റെ ജോലി വീണ്ടും തുടർന്നു. അതുപോലെ തന്നെ അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ ഭാര്യ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയട്ടാ, കാരണം ലഭിച്ചത് അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി എന്നേലും വലിയ അനുഗ്രഹങ്ങളൊക്കെയാണ് ഇവിടെ പറയണേ, ഇതൊക്കെ ഒരു ചെറിയ അനുഗ്രഹമാണ്, അതിങ്ങനെ സൈഡിൽ കൂടെ എങ്ങനെയും പറയാം. അപ്പോൾ ശരി. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ അച്ഛൻ കൊടകര കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഫുള്ള് ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ അന്ന് ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ അവിടെ വിളിച്ചു പറഞ്ഞു, അതായത് അൾത്താരയിലും പുറത്തും സേവനം ചെയ്യുന്ന വ്യക്തി തനിക്ക് ലഭിച്ച അനുഗ്രഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. അത് എൽറുകയിൽ വന്ന് സാക്ഷ്യം പറയാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ നേരം വൈകിയതിലും ക്ഷമ ചോദിക്കുന്നു. നല്ലൊരു കൈയടി കൊടുത്തോട്ടോ. വലിയൊരു സംരക്ഷണം ഒത്തിരി കിട്ടിയിരിക്കണേ കേട്ടോ. ആ സഹോദരൻ അന്ന് അവിടെ ആയിരുന്ന സമയത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് ഈ സഹോദരൻ പറഞ്ഞിരുന്നു, ഇങ്ങനൊരു മഹാ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആ വാതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പലരെയും പെട്ടിട്ടുണ്ട്, അവിടെയൊക്കെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. കയ്യിൽ ഇതിവിടെ ഒടിയും, മനസ്സിലായോ? അങ്ങനെ ഒരു 2-3 മാസമൊക്കെ റെസ്റ്റാണ്. ഇദ്ദേഹത്തിനും കയ്യിൽ പെട്ടു, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൈ മാത്രം ഒടിഞ്ഞില്ല. അങ്ങനെ ഞളങ്ങി ഇങ്ങനെ താന്നു പോയി എന്ന് പറയുകയാണ്. ഇങ്ങനെ അമ്പി പോയിട്ട് പിന്നെ വീണ്ടും നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആൾ കണ്ടോ, വള ഒടിഞ്ഞു വന്നു കണ്ടോ, മനസ്സിലായോ? വള ഒടിഞ്ഞ് കൈമത്തൊരു വളയുണ്ടേ, ആ വള അതിൻ്റെ ഉള്ളിൽ പെട്ടപ്പോൾ ഒടിഞ്ഞു, പക്ഷേ കൈ ഒടിഞ്ഞില്ല, മനസ്സിലായോ? വള എന്ന് വെച്ചാൽ അതുപോലത്തെ ഇങ്ങനത്തെ വള കണ്ട, ഇതുപോലത്തെ വളയാണ്. ഇതൊടിഞ്ഞു, പക്ഷേ കൈക്കൊന്നും പറ്റിയില്ല, മനസ്സിലായോ? അപ്പോൾ നിസ്സാര സംരക്ഷണം അങ്ങനെയാണ് കിട്ടിയത്. മോള് പോയി പറഞ്ഞതാണ്, മോള് പ്രേക്ഷിതയായി തീർന്നു. അപ്പച്ചൻ ഇത് ഒരിക്കലും ഊരരുന്ന് വന്നാൽ ഇതൊക്കെ ഊരി വെച്ചിട്ടാണ് ജോലി ചെയ്യാൻ കയറാറ്. പ്രൈസ് ദി ലോർഡ്. വലിയ സൗഖ്യമാണ് കേട്ടോ.